ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഥ എങ്ങനെയാണ്? നവ്യനെ റൂമിലേക്ക് മാറ്റി. കുഞ്ഞ് നമ്മുടെ കനകയുടെ കയ്യിലുണ്ട്. കുറച്ച് നേരം കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ അടുത്തേക്ക് കിടത്തുവാണ് കനക. എന്നിട്ട് കനക പറയുന്നുണ്ട്, കുഞ്ഞിന് ശരിക്കും ജലജയുടെ ഷേപ്പാണ്, അഭിമോൻ്റെ അമ്മയുടെ ഷേപ്പ് തന്നെയാണ് കുഞ്ഞിന് എന്ന് പറയുമ്പോൾ നയന അങ്ങനെ തന്നെ പറയട്ടോ. അന്നേരം നവ്യ ചോദിക്കും, അഭി എന്താ അന്നേരം ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങോട്ട് പോയി? ഏതായാലും ചേച്ചിയുടെ സങ്കടം മാറിയല്ലോ. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിനെ അഭി അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ സങ്കടമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മറന്ന് ചേച്ചീനെ നന്നായിട്ട് സ്നേഹിച്ചു തുടങ്ങിയില്ലേ? 7-ാം മാസം കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം എന്നും ചേച്ചി വന്ന് കാണുകയില്ലായിരുന്നോ അഭി? അവൻ്റെ സ്വഭാവം മാറിയതിൽ ചേച്ചിക്ക് ഒത്തിരി സന്തോഷവും ഇല്ലേന്നിങ്ങനെ ചോദിക്കുമ്പം പിന്നെ ഇല്ലേന്നോ? ഒരുപാട് ആശ്വാസമുണ്ട്. ഇനി അവൻ തിരിച്ച് അമ്മയുടെ ഉപദേശം കേട്ട് പഴയതുപോലെ ആതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നവ്യ ചോദിക്കുകയാണ്, നന്ദുവിനോട് കുഞ്ഞുണ്ടായ കാര്യം പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയും, ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, അവൾ ഒരുപാട് സന്തോഷത്തിലാണ്, വൈകിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. നേരെ കനക പറയുന്നുണ്ട്, ഏതായാലും മോൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയത് നന്നായി. പോയ സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എങ്കിലും ഇപ്പം കുറേ കാലമായിട്ട് അനിയും നന്ദുവും തമ്മിൽ പരസ്പരം കാണുന്നില്ലല്ലോ. അങ്ങനെ കുറേ കാലം കാണാതിരിക്കുമ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ നിന്ന് അനി അങ്ങ് പൊയ്ക്കോളും, അതുപോലെ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകൾ അങ്ങ് പൊയ്ക്കോളും എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, രണ്ടാമത് പറഞ്ഞ കാര്യം നടക്കുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം അനാമികയും അനിയും തമ്മിൽ ഇപ്പോഴും വഴക്കാണ്. അവർ തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവന് രാത്രി കിടക്കുമ്പോൾ ഉറക്കം പോലുമില്ല. നന്ദു പോയതിന് ശേഷം എന്നാണ് ആദർശേട്ടൻ അമ്മയൊക്കെ പറയുന്നത് കേട്ടത്. അതുകൊണ്ട് അവനെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം. ഒരിക്കലും നന്ദുവും അനിയനും തമ്മിൽ ഒന്നിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെയാണ് നയന പറയുന്നത്. അടുത്തായിട്ട് കാണിക്കുന്നത് ദേവയാനി മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതായിട്ടാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഒരു കാര്യമില്ലാതെ ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും എന്തുകൊണ്ടാണ് അച്ഛാ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കും. നേരെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് 2 ആൺമക്കളുണ്ട്, അവർ ഇതുവരെ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നീ ചോദിച്ചതുകൊണ്ട് മറുപടി പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു കാര്യവുമില്ലാതെ ഞാൻ ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുവരികയില്ല എന്ന് നീ പറഞ്ഞല്ലോ, അതിനൊരു കാരണമുണ്ട്. അത് പക്ഷേ നിന്നോട് പറയാൻ എനിക്കിപ്പോൾ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ പറയൊന്നും വേണ്ട. അച്ഛൻ ഇങ്ങോട്ട് ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. എങ്കിലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം കുറച്ച് മുമ്പ് ജ്വല്ലറിലെ ഒരാൾ ഇവിടെ വന്നായിരുന്നു. അയാളുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഈ കുട്ടി ഏതാ എന്ന്. അങ്ങനെ ഇനി പലരും ചോദിച്ചു തുടങ്ങില്ലേ, അപ്പോൾ നമ്മൾ എന്ത് മറുപടി പറയുമെന്ന് ചോദിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മൂർത്തി ഒരു കുട്ടിയെ അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തു എന്നങ്ങ് പറഞ്ഞാൽ മതി. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ മറുപടി. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും നല്ല ഓമനത്തമുള്ളൊരു കുട്ടിയാണ്, അവളുമായിട്ട് ഞാനും നയനൊക്കെ പെട്ടെന്ന് അങ്ങ് അടുത്തു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ആ കുട്ടി ഇനി വിട്ടുകളയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളിവിടെ വളരും, അവളുടെ വിവാഹം വരെ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് ഇനിയും കൊച്ചുമക്കളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാലും നിൻ്റെ മൂത്ത കൊച്ചുമകളായിട്ട് നിൽക്കേണ്ടത് ചന്തുമോളായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ കരുതിക്കോളാം അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അഭിയാണ്. അഭി ആ ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനുണ്ടല്ലോ, അയാളെ ഭീഷണിപ്പെടുത്തുക കേട്ടോ. അയാൾക്ക് ആകെ ടെൻഷൻ. അയാളെ മുത്തശ്ശൻ വിളിച്ച് പല കാര്യങ്ങളും ചോദിച്ചു. ഇത്രയും കാലം വിശ്വസ്തനായിട്ട് നിന്നതല്ലായിരുന്നോ? ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. അയാളുടെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് ഈ ജ്വല്ലറിയിൽ തന്നെയാണ്. അങ്ങേർക്ക് വയ്യാതായപ്പോൾ മകന് ജോലി കൊടുത്തതാ. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധവും വിഷമവും ഒക്കെ അഭിയോട് പറയുന്നുണ്ട്. അന്നേരം അഭി പറയും, നിങ്ങളിതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, പണ്ടത്തെ മൂർത്തിയൊന്നുമല്ല ഇപ്പോൾ അങ്ങേർക്ക് ഒരു ക്യാൻസറും രോഗങ്ങളും ഒക്കെ ഉണ്ട്, അതിൻ്റേതായ ക്ഷീണവുമുണ്ട്. എപ്പോഴാണ് മരിക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾ നിൽക്കുന്ന അയാളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. അതല്ല ഇതിനിപ്പം പലരെയും പേടിച്ച് ഉള്ളവരെല്ലാം വിളിച്ചു പറയാനാണ് ഉദ്ദേശമെങ്കിൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങേർക്ക് ആകെ വിഷമമാണ്. കാരണം മൂർത്തി മുത്തച്ഛൻ വിളിച്ചപ്പോൾ നുണ പറയേണ്ടി വന്നു, ഇനിയും ചിലപ്പോൾ പറയേണ്ടി വരും നുണ. തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. നേരെ അഭി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രതി 1-ാം പ്രതി ഞാനാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തേച്ചു മാച്ച് കളയാൻ എന്നെ കൊണ്ട് പറ്റും. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് താൻ മര്യാദക്കിരുന്നാൽ തനിക്ക് ജീവിക്കാൻ കിട്ടും, അല്ലെങ്കിൽ താൻ ഭൂമിക്ക് മേലിൽ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ച് അങ്ങോട്ട് കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അഭി അങ്ങ് പോവുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കനകയെ ആണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം കുഞ്ഞിനോടായിട്ട് പറയുന്നുണ്ട്, മോളുടെ ചിറ്റയ്ക്ക് മോളെ കാണാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ലൈവ് കമൻട്രി ഞാൻ അങ്ങ് കൊടുക്കുന്നുണ്ട് എന്ന് പറയും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ട് വന്നേ.
അന്നേരം അവർ പറഞ്ഞു ഏതായാലും അബി വന്നല്ലോ, അബി മോളോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ പുറത്തിരിക്കുക എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകും. പോയി കഴിയുമ്പോൾ നവ്യ പറയും ദേ കിടക്കുന്നു നിൻ്റെ മോനെ, എങ്ങനെയുണ്ട്, ആരുടെ ഷേപ്പാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരുടെ ഷേപ്പ് ആയാലും വേണ്ടില്ല, നമ്മുടെ മോൻ നല്ല രീതിയിൽ വളർന്നാൽ മതി എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് നിൻ്റെ അമ്മയുടെ ഷേപ്പാണെന്ന് എല്ലാവരും പറയുന്നത് എന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അബി പറയുന്നുണ്ട് ഏതായാലും മോൻ ഭാഗ്യം കൊണ്ടാണ് ജനിച്ചത്, എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്ന് മുത്തശ്ശനും ആദർശനോട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ നിനക്ക് ഭാഗ്യം കൊണ്ടുവന്നത് നമ്മുടെ മോനാണ്, നീ സമ്മതിച്ചല്ലോ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നീട് നമ്മുടെ ദേവയാനിയും കാണിക്കുന്നുണ്ട്. ദേവയാനിയും ചന്തമോളും കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന ജലജയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നേരെ ദേവയാനി പറയും ഇത്രയും നേരം ഞാനായിരുന്നു ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇനി കുറച്ചു നേരം നീ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വല്ലയിടത്തു നിന്ന് വിളിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ ഒന്ന് സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല, എന്നെ അതിന് കിട്ടത്തുമില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് പണ്ടിങ്ങനെ ഒരു ദിവസം നിന്നെയും വിളിച്ചുകൊണ്ട് വന്നത് അച്ഛൻ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നീ വല്ല തെരുവിലും കിടന്നേനെ, അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലും, അത് നീ മറന്നു പോകരുത് എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് ഇവിടെയുള്ളവരുടെ ഓരോ രീതികൾ കാണുമ്പോൾ അതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നുവാണ്, കാരണം എനിക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ട് പോകുമ്പോൾ ദേവയാനിയും മോളോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ, മോൾക്ക് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് മടിയിൽ കയറ്റിയിരുത്തി ഒന്ന് പുന്നാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജലജ നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുക കേട്ടോ. നേരെ മുത്തശ്ശൻ ചോദിക്കുക നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേടി ചോദിക്കുമ്പോൾ പോകാൻ തുടങ്ങുവാണ് എന്ന് പറയും. എന്നിട്ട് നിനക്കെന്താ ഒരു വിഷമം പോലെ, നിൻ്റെ കൊച്ചുമോനല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്, അതിനെ പോയി കാണേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കാണാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് പറയും. നേരെ മുത്തശ്ശി പറയുന്നുണ്ട് പോയിട്ട് നീ പെട്ടെന്ന് വരുമൊന്നും വേണ്ട, കനകയാണ് ഇത്ര നേരം കുഞ്ഞിൻ്റെ അതുപോലെ തന്നെ നവ്യമോളുടെ ഒക്കെ അടുത്തൊക്കെ ഇരുന്നത്, ഇനി നീ അവിടെ പോയി കുറച്ചു നേരം നിൽക്കുക സഹകരിക്കുകയൊക്കെ ചെയ്തോണം, പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരരുത് എന്ന് പറയും. അന്നേരം ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചന്തുമോളുടെ കാര്യം അത് എടുത്തിടുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ട്, പണ്ട് നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത്, അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട എന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ജലജ എവിടെ നിന്ന് പോകുക. പിന്നെയും കാണിക്കുന്നത് നവ്യ അബിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അബി പിന്നെയും പറയുകയാണ് എൻ്റെ പ്രാർത്ഥന പോലെ തന്നെ എനിക്ക് കുറേ ഭാഗ്യങ്ങളും നല്ല സമയമൊക്കെ വരാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കും ഇത്രയും നേരം നിനക്ക് നല്ലത് വന്നതിന് കാരണം നമ്മുടെ മോനാണെന്ന് പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ പ്രാർത്ഥനയാണെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം പറയും അതുകൊണ്ട് അതിനൊരു കാരണമായിട്ട് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളെല്ലാവരും വലിയ ആദർശിൻ്റെ ധീരതയായിട്ട് കാണുന്ന ആദർശേട്ടനില്ലേ, അയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല, അതിനുള്ള കാരണമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആദർശൻ്റെ സ്വഭാവം നീ എനിക്കിനി പറഞ്ഞു തരേണ്ട, എനിക്ക് ആദർശനെ നന്നായിട്ട് അറിയാം എന്ന് നവ്യ പറയും. നവ്യ അത് അത്രയും പറഞ്ഞത് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ. അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് ജലജ കയറി വരികയാണ്. ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അബി അവിടെ ഇരിക്കുന്നത്. അന്നേരം ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് കൊച്ചുമോനെ കാണാൻ വേണ്ടി അമ്മ വരുന്നത് എന്ന് ചോദിക്കും നമ്മുടെ നവ്യ. അന്നേരത്തേനും ഞാൻ വന്നില്ലെങ്കിൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്നും പറയുന്ന പോലെ ഈ ചൊറിഞ്ഞ വർത്തമാനം പറയും, വിചാരിച്ച അതിന് തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ നവ്യ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ ഷേപ്പാണ് മോനെ എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ മോൻ്റെ ഷേപ്പൊന്നും ഈ കൊച്ചിനില്ല, ഇപ്പോൾ ഷേപ്പുള്ളത് ആ കനകയുടെയാണ് എന്ന് പറയാം. അന്നേരം നവ്യ പറയുന്നുണ്ട് ആരുടെ ആണെങ്കിൽ എൻ്റെ കുഞ്ഞല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അതിനോടുകൂടെ ചോദിക്കുകയാണ് ജലജ നിൻ്റെ അനിയത്തി നിന്നോടൊന്നും പറഞ്ഞില്ലേന്ന്, അതെന്താ അങ്ങനെ ചോദിച്ചേ, പ്രത്യേകിച്ച് എന്താ പറയാനുള്ളതെന്ന്, ഒരു കുഴപ്പവുമില്ല, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടാണ് പോകുന്നത്, അതങ്ങനെ തന്നെ പോകട്ടെ, അതുകൊണ്ട് ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ചിരിക്കുകയാണ് കേട്ടോ. അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നവ്യ, കാരണം നവ്യ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നവ്യ പിന്നെയും കുഞ്ഞിനെ ശ്രദ്ധിക്കുകയും കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ഒക്കെയാണ് അന്നേരം ചെയ്യുന്നത്. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുകയാണ് കൊച്ചിൻ്റെ 28 കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നീ വീട്ടിലോട്ട് വാ, നിനക്കിട്ട് നല്ലൊരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ല എപ്പിസോഡും കഥകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.